അസ്സലാമു വറഹ്മത്തുള്ളാ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോയിട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ ഭാഗമാണ് ഇതിൽ കാണിക്കണത്. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായിന്, അതിനൊക്കെ പോയി വാങ്ങിയതാണ്. സ്കൂളിൽ അവർ പഠിക്കുന്ന സ്കൂളിൽ ശാസ്ത്രമേളുണ്ട്. അപ്പോൾ അതിനൊക്കെ സാധനങ്ങളൊക്കെ വേണ്ടി വന്നു. അപ്പോൾ അതിനും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ സാധനങ്ങൾക്കൊക്കെ വേണ്ടി പോയതേനു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി. എൻ്റെ ചെറിയ മക്കളാണിട്ടത്, ട്വിൻസാണ്, രണ്ടും മോളാണ്. ഇവർക്കിപ്പോൾ 2 വയസ്സ് അടുത്ത മാസത്തേക്കാവും. അപ്പോൾ പോയി വന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഉറക്കാനുള്ള സെറ്റപ്പിലാണ്. അവരത്ര വേഗം ഉറങ്ങുന്നില്ല. കുറേയൊക്കെ കുത്തിമറിഞ്ഞ് കാട്ടിക്കൂട്ടിയൊക്കെ കിടന്നുറങ്ങുള്ളൂ. ഒരു 1.5-2 മണിക്കൂറൊക്കെ അവർ ഉറങ്ങുള്ളൂ. അത് കഴിഞ്ഞാൽ ഓരോ ടൈമായ ഓരെന്നെ തൊട്ടിന്ന് നീറ്റ് പോരും. എടുത്തുകൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കി. തക്കാളി കൂട്ടാനും അയല പൊരിച്ചതും ചോറും പപ്പടമൊക്കെ ഉണ്ട്. ലളിതമായിട്ടുള്ള രീതിക്കുള്ളതാണ്. ചെറിയ മക്കളൊക്കെ ആയിട്ടാകുമ്പോൾ കൂടുതലൊന്നും കഴിയില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പാളുണ്ടായിരുന്നു, അതൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ തോരിട്ട് കഴിഞ്ഞ് അങ്ങനെ പിന്നെ അസറിൻ്റെ ശേഷമായി. കുട്ടികൾ വന്ന് അവർക്കുള്ള ഭക്ഷണം ചോറ് കൂട്ടാനൊക്കെ കൊടുത്ത് അവരൊന്ന് ഹാപ്പിയായി. അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ ഇപ്പം ഇത് മാത്രം പോരല്ല, ചെറിയൊരു വീഡിയോ വേണമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്ന് കരുതുന്നത്. പിന്നെ മക്കൾ 3 സ്കൂളിൽ വന്ന് അവർക്ക് ഈവനിങ്ങിന് അവൽ മിൽക്ക് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് ചെറിയ മട്ടത്തിന് വലിയ സെറ്റപ്പിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ ചെറിയ മക്കളായിട്ട് ഇപ്പോൾ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അതുണ്ടാക്കി കൊടുത്ത് അവരത് കുടിച്ച്. മൂത്ത മോള് മദ്രസിൽ പോയി. അവൾക്ക് വൈകുന്നേരം രാത്രിയാണ് മദ്രസ്. സ്കൂളിൽ വന്ന് അതിന് ശേഷം മദ്രസയിൽ പോയി. അവിടുന്ന് പിന്നെ മഗ്‌രിബും ഇശാ നിസ്കാരം മദ്രസ തന്നെയാണ്. അങ്ങനെ 8 മണിക്ക് ശേഷം അവൾ മദ്രസ വിട്ടുവരും. അതിന് ശേഷം പിന്നെ അവർ സ്കൂളത്തെ മദ്രസത്തെയൊക്കെ വായിക്കലും പഠിക്കലൊക്കെ രാത്രി കഴിഞ്ഞ് അതിന് ശേഷം ചെറിയവർക്ക് ഫുഡ് കൊടുത്ത് മറ്റവരൊക്കെ ഫുഡ് കഴിച്ച് എല്ലാവരും ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യൽ. അല്ലാതെ ഇവരുടെ ഇടയിൽ പകലൊന്നും നടക്കില്ല. മക്കൾ കരഞ്ഞുകൊണ്ടും ഓരോന്ന് വികൃതി കാട്ടിക്കൊണ്ടൊക്കെയാണ് ഈ കയറും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വീഡിയോ ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ നിങ്ങൾ സഹകരണം വേണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതാണ് നമുക്ക് ആവശ്യം. അപ്പം നിങ്ങളൊക്കെ താല്പര്യത്തിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അറിയിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. സ്ത്രീകൾ ഇസ്ലാമിൽ സ്വതന്ത്രയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, അവരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുക. സ്ത്രീകൾക്ക് വിശുദ്ധ ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നത് സൂറത്തുൻ നിസായിലെ 19-ാം ആയത്തിൽ നിന്നും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. ഓരോ പുരുഷന്മാരോടും സ്ത്രീകളോടും നല്ല രീതിയിൽ വർത്തിക്കുവാനാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. അതിലുപരി ഇസ്ലാമിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും പരിഗണനയും പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട്. ഇതര മതസ്ഥർ സ്ത്രീകളെ തരം താഴ്ത്തിയപ്പോഴും അവരെ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല, അവർക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഒരേയൊരു മതം മാത്രം അത് ഇസ്ലാം മതം ആണ്. എന്നിരിക്കെ അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നും അവൾ ഹിജാബിനുള്ളിൽ അടിമയാണെന്നും തുടങ്ങിയ ഫെമിനിസ്റ്റുകളുടെയും ഇസ്ലാം വിരോധികളുടെയും വാദഗതികളെ തെളിവ് സഹിതം പൊളിച്ചടക്കൽ അത്യന്താപേക്ഷിതമാണ്. നീതി, സ്വാതന്ത്ര്യം, സഹിഷ്ണുത ഇവ പൂർണ്ണമായും ഖുർആൻ അംഗീകരിക്കുന്നു. സ്ത്രീക്ക് നീതിയും സ്വാതന്ത്ര്യവും നടപ്പാക്കുന്നതിൽ വിശുദ്ധ ഖുർആൻ ഇതര വേദങ്ങളെ ഏറെ അതിജയിക്കുന്നു എന്നത് ഇതിലൂടെ വ്യക്തമാണ്. വിവേചനരഹിതമായ സ്ത്രീക്ക് യോജിച്ചത് സ്ത്രീക്കും പുരുഷന് യോജിച്ചത് പുരുഷനും ഖുർആൻ വകവെക്കുന്നുണ്ട്. സ്ത്രീ എന്നും ദുരിതം പേറേണ്ടവളും അവകാശങ്ങൾ തടയപ്പെടേണ്ടതും ആണെന്ന ഫ്രാൻസിയൻ ചിന്താഗതിയെ ഖുർആൻ തിരുത്തുന്നു. പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ
ആര് തന്നെ സത്യവിശ്വാസത്തോടെ സൽപ്രവർത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, അവരോട് അനീതി കാണിക്കപ്പെടുന്നതല്ല. സൂറത്തുൻ നിസാ 124 വചനത്തിൽ പറയുന്നു, സ്ത്രീയുടെ അനന്തരാവകാശം തുടങ്ങി അവളുടെ ജീവിതത്തിന്റെ സകല മേഖലകളെയും ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ സ്വത്തവകാശവും ജീവിത മര്യാദയും മറ്റും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൻ നിസാ. വിശുദ്ധ ദീനിന്റെ വെള്ളിവെളിച്ചം അടിച്ചു വീശുന്നതിന് മുൻപ് അറേബ്യയിൽ ഉടനീളം അന്ധകാരത്തിന്റെ ഉരുൾമഴയായിരുന്നു. പിറന്നു വീഴുന്നത് പെൺകുഞ്ഞാണ് എങ്കിൽ മണ്ണിട്ട് മൂടുന്ന സമ്പ്രദായമായിരുന്നു അന്ന്. കാരണം പെണ്ണവർക്ക് ലജ്ജാവഹമായിരുന്നു. സർവ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട ആ കാലത്ത് സ്ത്രീകളെ കുഴിച്ചു മൂടേണ്ടവളല്ലെന്നും അവൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് തുടങ്ങിയ വിശുദ്ധ ദീനിന്റെ മഹനീയ സന്ദേശവുമായി കടന്നുവന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കണ്ട സ്ത്രീ വിമോചനത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, മാതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചപ്പോൾ 3 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് മറുപടി പറഞ്ഞത് നിന്റെ ഉമ്മയെ എന്നായിരുന്നു. 4ാം തവണയാണ് അവിടെ ഉപ്പാക്ക് സ്ഥാനം കൊടുത്തത്. ഇതെല്ലാം വിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് എത്രമാത്രം പ്രാധാന്യവും പരിഗണനയും നൽകുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.